മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഭയന്ന് പേടിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അതൊരിക്കലും അവരെ കാണിച്ചില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ എന്ത് ചെയ്തു, അതിനെ ഒതുക്കി. ഫൗജസ ഫീ നഫ്സിഹി ഖീഫത്തൻ മൂസ. അള്ളാഹു പറഞ്ഞു ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ ആല. ഇല്ലല്ല, ഇത് പിന്നെ സിഹിർ ചെയ്തിട്ടില്ലല്ലോ മൂസാക്ക് എതിരിൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരിൽ ഒരു സിഹിറിൻ്റെ പ്രയോഗമല്ല നടന്നത് ഇവിടെ, അങ്ങനെയില്ല. പിന്നെ ഇനി ഒരു സംഗതി കണ്ട് പേടിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിപ്പോൾ മനുഷ്യ സഹജമാണ്, വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിനിഷ്ഠമായിട്ട് ചിലപ്പോൾ ചില വിഷയങ്ങൾ കണ്ടിട്ട് ചിലരെന്ത് ചെയ്യും, പേടിക്കും. ആ ഒരു പേടിയല്ലാതെ ഇത് സിഹിർ ബാധയായിട്ടുള്ള പേടിയെന്ന് പറയാൻ പറ്റില്ല. സിഹിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുറേ വിഷയങ്ങളാണ്. മറ്റുള്ളവരുടെ പിന്നെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഉപായകൃത്യങ്ങളാണ് സിഹിർ. അത് പിന്നെ ചിലത് മാജിക് പോലെ ചെയ്യണുണ്ട്. മഞ്ഞരെ പറ്റിക്കുക എന്നുള്ളതാണ്, വഞ്ചിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അങ്ങനെ ഉണ്ട്. ചിലത് പിന്നെ തകിടുകളായിരിക്കും, ചിലത് വരകളും കുറികളായിരിക്കും, ചിലത് ചില മരുന്നുകളായിരിക്കും, ചിലത് ചില ഉപായകൃത്യങ്ങൾ ഒക്കെ ആയിരിക്കും, ചിലത് ഇങ്ങനെ ചില മന്ത്രോച്ചാരണങ്ങളായിരിക്കും. അങ്ങനെ പല രീതിയിലുണ്ട് സിഹിർ. പിന്നെ പൈശാചിക സേവ അല്ലേ, അതേപോലെ തന്നെ ഭൂതങ്ങളെ ഒക്കെ പിന്നെ പ്രസാദിപ്പിച്ചു കൊണ്ടിട്ട് നടത്തുന്ന സിഹിറുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ശൈത്താനെ കൂട്ടി ചെയ്യുന്ന സിഹിർ. അതാണ് പിന്നെ ഇവിടെ അല്ല, പിന്നെ നമ്മൾ ഈ സിഹിറിൻ്റെ വിഷയത്തിൽ കൂടുതലുണ്ടല്ലോ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഹിർ ചെയ്താൽ കാഫിറായി എന്ന് പറയുന്ന വിഷയം അള്ളാഹ് പറഞ്ഞില്ലേ, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. ആ സിഹിറിലൊക്കെ എന്താണുള്ളത്, ഈ ശൈത്താന്മാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായ ഈ ഉപായകൃത്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ പിന്നെ അക്രമങ്ങളും കാര്യങ്ങളാണ്. സിഹിർ പല രീതിയിലാണ്. മൊത്തത്തിൽ എല്ലാം എന്താണ് നല്ല പരിപാടിയല്ല അത്. അതിപ്പോൾ ഈ പിന്നെ കൺകെട്ട്, അതേപോലെ തന്നെ മായാജാലം, ഇതൊക്കെ ചുരുങ്ങിയ പക്ഷയിൽ എന്തുണ്ട്, മറ്റൊരാളെ പറ്റിക്കുക എന്നുള്ളതുണ്ട്. ഹിപ്നോട്ടിസത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ അങ്ങനെ ഉണ്ട്. ഇവിടെ ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സിഹിറിനാൽ സിഹിർ ബാധ ഏറ്റ് പേടിച്ചു എന്നുള്ളത് ഇല്ല. ഇപ്പം നബിസ്വല്ലല്ലാഹു തങ്ങൾക്ക് സിഹിർ ബാധ ഏറ്റല്ലോ, അതിൽ നബിസ്വല്ലല്ലാഹു തങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ യുഖയ്യലു ഇലൈഹി റസൂലുള്ളാഹിക്ക് ചില തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്, നബിസ്വല്ലല്ലാഹു തങ്ങൾ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയോ ഇല്ലേ എന്നുള്ള രീതിയിലുള്ളതായ തോന്നലുകൾ, ശരീരത്തിനുണ്ടായിരുന്നതായ ചില ആവശ്യതകൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി കിടന്നത്. മലക്ക് ജിബ്രീൽ വന്ന് മീകായിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മാ ബിഹി എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം മത്ബൂബ്, മസ്ഊദ് സിഹിർ ബാധ ഏറ്റതാണെന്ന് പറയണം. മൻ തബ്ബഹു, ആരാണ് സിഹിർ ചെയ്തത് ചോദിക്കുകയാണ്. അപ്പോൾ ലബീദ് ബിൻ അൽ ആസം മിൻ ബനി സുറൈഖ് എന്നൊക്കെ പറയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, അഫല ലൗല തനശ്ശർത റസൂലെ, നിങ്ങൾക്ക് നുശ്റ നടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്, ആ സിഹിറിനെ കളയാണ്. അപ്പം പറയാണ്, ഞാൻ പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഫ്താഹ് ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅഫ്താനി, ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തു, അള്ളാഹു എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ ദുആക്ക് ഉത്തരം നൽകിയിട്ട് എനിക്ക് മോക്ഷം നൽകി എന്ന് പറഞ്ഞ്. പിന്നെ മാത്രമല്ല റസൂലുള്ളാഹിക്ക് അതുണ്ടായപ്പോൾ റസൂലുള്ളാഹി കുറേ ദുആ ചെയ്തു എന്നാണ്, കുറേ ദുആ ചെയ്തു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തുണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, ശാരീരികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഒരു സിഹിർ ബാധ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ആവശ്യമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ല എന്ത് ചെയ്യണത്, ഈ കണ്ട മാരണക്കാരൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ഇന്നതൊക്കെ ചെയ്തിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരുത്തോട് കൂടിയിട്ട് മനസാന്നിധ്യത്തോട് കൂടിയിട്ടാണ് അവരെ എതിരിട്ടത്. സിഹിർ ബാധ ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഇളകും, ഇടങ്ങേറാവും. ഫൗജസ ഫീ നഫ്സിഹി ഖീഫത മൂസ ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല.